അങ്ങനെ ഇത്രയും മാന്യനായ ഒരു കൊള്ളക്കാരൻ ലോകത്തുണ്ട്. പാവം. പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രിയെ 2.5 കൊല്ലം ഇരുന്നില്ലായിരുന്നെങ്കിൽ ഇന്നും കേരളം ഇരുട്ടിലായിരുന്നു. ഇത് പിണറായിക്ക് പറ്റിയ മക്കളെ പറയാമോ? ആ മകനും കുഴപ്പമാണ്, മകളും കുഴപ്പമാണ്. മകൻ ഭേദമെന്ന് ഞാൻ വിചാരിച്ച്. അവനും വലിയ ബിസിനസ്സുകാരനാണ്, കുഴപ്പക്കാരനാണ്. ആ മകളാണ് പിണറായി ഈ പഴുവാക്കിയത്. ആ ഗുണ്ടായുസത്തിൻ്റെ പേരിൽ പിണറായി മകളെ കെട്ടിച്ചു കൊടുത്തു. കാരണം അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കാം, അത് പറയുന്ന പേഴ്സണലായ കാര്യം ഇടപെടാതിരിക്കുന്നത്. എനിക്ക് തന്നെ പിണറായി വിജയൻ ഇപ്പം കഞ്ഞിയൊക്കെ വെക്കുന്ന വലിയ സ്വർണ്ണ ഉരുളിയിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ കാല് എന്നെ പൊക്കി കാണിക്കപ്പോഴും എടോ തൻ്റെ നാട്ടിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയും. ഇപ്പോഴും പാട് കിടപ്പുണ്ട് വേണ്ട കുത്തി കയറ്റിയത്. ഇവിടെ എത്ര പ്രാവശ്യം എന്നെ കൊല്ലാൻ വന്നറിയോ ഇവന്മാർ? പല പ്രാവശ്യം. സാറിന് എന്നാ ഉണ്ട് വിശേഷം? ഞാൻ മകളെ ഒരു വിശേഷമില്ല, ഇങ്ങനെ ഇമ്മാരെല്ലാം അവിടെ പിടിച്ചുകൊണ്ട് വന്നത്. അവളും കൂടി തന്നെ താൻ എന്തിനാണ് ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്നതിന്? ഭയങ്കര ഷൗട്ട് ചെയ്ത് ഇവിടെ സാർ വേഗം വീട്ടിൽ ചെല്ല്, ഉഷേച്ചേച്ചി അവിടെ കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന്. ആ പോലീസ് ഓഫീസർമാർ നിൽക്കുന്ന ഇടയിൽ കൂടെ കിട്ടുക കാറ്. ഞാനാ കാരണം നിമാർക്ക് മനസ്സിലായില്ല. എൻ്റെ വഴിക്കങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തപ്പും തുടങ്ങി പാവങ്ങൾ. മൂന്നാമത്തെ പിടിച്ചോണ്ട് നോക്കി എൻ്റെ പൊന്നുമാനെ എനിക്ക് സഹിക്കുകയില്ല. സരിത എന്നൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതായിട്ട് ആ സ്ത്രീ മൊഴി തന്നിട്ടുണ്ട്. SDP കൊലപാതക രാഷ്ട്രീയം തുടങ്ങിയപ്പോൾ ഞാൻ എതിർത്തു. കാരണം ഈരാറ്റുപേട്ട തന്നെ ഒരു പ്രമുഖ വ്യക്തിയുടെ കാല് അവർ വെട്ടിക്കളഞ്ഞു. വർഗീയവാദി എന്ന് മുദ്രകുത്തി എന്നെ പരാജയപ്പെടുത്തതിന് ഈരാറ്റുപേട്ടയ്ക്കും മുസ്ലിം സമൂഹത്തിനും ഉണ്ടായിട്ട് നഷ്ടം എന്നാന്ന് മുസ്ലിങ്ങൾ ചർച്ച ചെയ്യട്ടെ. BJP ചേർന്നതോടുകൂടി എനിക്ക് നെഞ്ചും വെച്ചില്ല നടക്കാം, ഒരു കുഴപ്പമില്ല. എനിക്ക് എൻ്റെ വിശ്വാസം അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഊരണമെന്നാണ്. ഞാൻ ഊരിക്കണം, ഊരണ്ടാണ് ഊരാണ്ടാ പൊക്കണം. ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാരെന്തിനാണ് ഇടപെടുന്നത്? മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് കാലങ്ങളായിട്ട് ചെറിയ ഒരു വരസലൊക്കെ ഉണ്ട്. എനിക്ക് ഒരു വരസമില്ല. അയ്യോ, അങ്ങനെ നമ്മുടെ മുഖ്യമന്ത്രിയല്ലേ, അങ്ങനെ വരസാൻ പാടില്ല. അങ്ങനെ ഇത്രയും മാന്യനായ ഒരു കൊള്ളക്കാരൻ ലോകത്തുണ്ട്. പാവം പുള്ളി. എനിക്ക് അങ്ങനെയുള്ള പിണക്കം എന്താണെന്നറിയാം. ഞാൻ സത്യം പറയാം, പുള്ളി ഇലക്ട്രിസിറ്റി മന്ത്രി ആയിരുന്ന പറഞ്ഞു കേരളം കണ്ട ഏറ്റവും നല്ല ഇലക്ട്രിസിറ്റിയാണ് പിണറായി വിജയൻ. പിണറായി വിജയൻ ഇലക്ട്രിസിറ്റി മന്ത്രിയെ 2.5 കൊല്ലം ഇരുന്നില്ലായിരുന്നെങ്കിൽ ഇന്നും കേരളം ഇരുട്ടിലായിരുന്നു. കേരളത്തെ ഇരുട്ടിൽ നിന്ന് രക്ഷിച്ച ഏറ്റവും പ്രഗത്ഭനായ വ്യക്തി വൈദ്യുതി മന്ത്രിയായിരുന്ന പിണറായി വിജയനാണ്. 1676 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് 2.5 കൊല്ലം കൊണ്ട്. അതാണ് ഇപ്പോൾ നമ്മൾ പിടിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആ പിണറായി മുഖ്യമന്ത്രിയായി 5 കൊല്ലത്തേക്ക് പിന്നെയും കൊള്ളായിരുന്നു. അത് കഴിഞ്ഞപ്പം ഈ മക്കൾ എല്ലാ തന്തമാർക്കും ഒരു ദൗർബല്യമാണ്. അതാ പ്രശ്നം. അത് ഈ കാരണവർ ഞാൻ എൻ്റെ മക്കളെ തിരിഞ്ഞു നോക്കിയാൽ വേണം ജീവിച്ചോളൂ. ഇത് എൻ്റെ മൂത്തവനുണ്ട്, അവന് ഇപ്പോൾ എറണാകുളം പോയി ഇവിടെ ആരോ പറയുന്നത് കേട്ടു, ഞാൻ അന്വേഷിക്കുന്നില്ല. അവന് പ്രായമായി, അത് 40 വയസ്സായി, അവന് ഇഷ്ടമുള്ളടത്ത് പോകാം, ഞാൻ ഇടപെടുകയാണ്. അവന് ഇഷ്ടമുള്ള രാഷ്ട്രീയം. മനസ്സിലായില്ലേ? എൻ്റെ രണ്ടാമത്തെ വേണം, അവൻ MBBS കഴിഞ്ഞു. അവന് ജീവിച്ചിരിക്കുന്ന പോലും ഞാൻ അന്വേഷിക്കുന്നില്ല. അവൻ ഇങ്ങോട്ട് വിളിച്ചാൽ എൻ്റെ അവനെ വിശേഷസുഖം, ഓക്കെ, തീർന്നു, അതുള്ളൂ. ഞാൻ ഇന്ന് അവൻ സേവനം ചെയ്യുന്ന ബിലീവേഴ്സ് ചർച്ച് ആശുപത്രിയുടെ 15 കിലോമീറ്റർ 16 കിലോമീറ്റർ അടുത്ത് വരെ ചെന്നിട്ട് ഞാൻ അവിടെ പോയില്ല. അവൻ അവിടെ ജോലി ചെയ്യേണ്ട കാര്യം, അവന് ഡോക്ടറാണ് സേവനം ചോദിക്കുന്നത്. നമ്മളെന്ത് അന്വേഷിക്കണം? വല്ല ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ വരും. അപ്പോൾ ഞാൻ പറയുന്ന ആവശ്യം എന്താണ് ചെയ്തു കൊടുക്കുകയും. അങ്ങനെയാണ് നമ്മളൊക്കെ. ഇത് പിണറായിക്ക് പറ്റിയ മക്കളെ പറയാമോ? ആ മകനും കുഴപ്പമാണ്, മകളും കുഴപ്പമാണ്. മകൻ ഭേദമെന്ന് ഞാൻ വിചാരിച്ച്. അവനും വലിയ ബിസിനസ്സുകാരനാണ്, കുഴപ്പക്കാരനാണ്. ആ മകളാണ് പിണറായി ഈ പഴുവാക്കിയത്. അത് ആ മകളെ കെട്ടിച്ചും കൊടുത്തു. അത് കട. അവൻ മകൻ കൊണ്ടയാ, നീ പേരും കൊണ്ട അറിയത്തില്ലേ? അതായത് കോഴിക്കോട് നമ്മുടെ ഇവനില്ലേ, നമ്മുടെ ഈ നന്ദകുമാർ അന്ന് ഡെയിലി പത്രമൊക്കെ അതിൻ്റെ പേര് പറഞ്ഞ് ഒരു പത്രമാണ്. പത്രമൊക്കെ ഇറക്കി ഭയങ്കര പ്രസമൊക്കെ ആയിരുന്നു. സ്ഥിരമായിട്ട് പിണറായിക്കിട്ട് കുടയുണ്ടായിരുന്നു. ഇവൻ ഈ ഗിരിയാസിന് നേതൃത്വം 10-50 ഗുണ്ടകൾ കയറി അടിച്ച് തകർത്ത് ആ പ്രസിലുള്ള മുഴുവൻ സാധനം നശിപ്പിച്ചത് മാത്രമല്ല, അവൻ്റെ ലാപ്ടോപ്പ്, അന്നാണ് ലാവ്ലിൻ കേസിൻ്റെ മുഴുവൻ എവിഡൻസ് ഇരുന്ന ഫയൽ ഉൾപ്പെടെ തട്ടിക്കൊണ്ട് പോയി. അതാണ് മകളെ കെട്ടിച്ച് കൊടുക്കാൻ കാര്യം. മനസ്സിലായോ? ഈ റിയാസിൻ്റെ വാപ്പ ഇവിടെ കോട്ടയത്ത് SP ആയിട്ടിരുന്നാണ്, എനിക്കറിയണേ. അവർ നല്ല ഓഫീസറാണ്. അങ്ങനെ മരിച്ചു പോയെന്ന് ഇല്ല, ഇങ്ങനെ ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനെയൊക്കെ നല്ല ഓഫീസറായിരുന്നു. അയാളുടെ മകന് ഇവൻ പക്ഷേ ഗുണ്ടായിപ്പോയി. ആ ഗുണ്ടായുസത്തിൻ്റെ പേരിൽ പിണറായി മകളെ കെട്ടിച്ചു കൊടുത്തു. കാരണം അതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കിടക്കാം, അത് പറയുന്ന പേഴ്സണലായ കാര്യം ഇടപെടാതിരിക്കുന്നത്. അവൻ ഇഷ്ടമായിട്ടാണല്ലോ കെട്ടിയത്, അവൾക്ക് ഇഷ്ടമായിട്ടാണല്ലോ കെട്ടിക്കൊണ്ട് നടക്കുന്നത്, നമുക്ക് തന്നെ കേട്ടോ. പക്ഷേ അതാണ് പിണറായിയുടെ ഒരു ദൗർബല്യം. ആ ദൗർബല്യം, അതായത്
ഒരു ചെറിയ കാര്യം പറയാം. ഒരു ദിവസം ഞാനിതെല്ലാം ഇങ്ങനെ പുറകെ കിടക്കാൻ കുഴപ്പമാണ്. എനിക്ക് ഈ മന്ത്രിസ്ഥാനവും മറ്റു ഔദാര്യമൊന്നും ഒരുത്തിൻ്റെയും വേണ്ട. അതുകൊണ്ട് എല്ലാം അന്വേഷിക്കാനും സത്യം പറയാനും കഴിയും. ഞാൻ തിരുവനന്തപുരത്ത് ഇരിക്കുമ്പോൾ എനിക്ക് ഒരു മെസ്സേജ് വന്നു. പിണറായി വിജയൻ അങ്ങോട്ട് പോകുന്നു, കുവൈറ്റ് അങ്ങോട്ട് പോവുകയാണ്, അറേബ്യൻ രാജ്യങ്ങളിലേക്ക് സന്ദർശനത്തിന് പോകുന്നു. വെരി ഗുഡ്, അതിന് നിൽക്കാണ് കേട്ടെന്ന് ചോദിച്ചു. ഒരു ബഗേജ് ഇവിടെ കൊണ്ടുപോയിട്ടില്ല, അത് കൊടുത്തുവിടാൻ പറഞ്ഞ മെസ്സേജ് വന്നിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പോയോ? പോയല്ലോ, ഇന്നലെ പോയതാണ്. ഞാൻ ബഗേജ് വരുമ്പോൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. എന്നൊന്നും അറിയണ്ടേ. സ്കാൻ ചെയ്ത ഉദ്യോഗസ്ഥർ അന്നേരം വിളിച്ചു, സർ ഇത് മുഴുവൻ ഡോളറാണ്. പോരെ, വലിയ ബഗേജ് നിറച്ച് ഡോളർ കേരളത്തിൽ നിന്ന് സൗദിയിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അറേബ്യൻ രാജ്യത്ത് കൊണ്ടുപോകേണ്ട കാര്യം എന്താ? മുഖ്യമന്ത്രിയാണ്. തിരിച്ചങ്ങേര് വന്നപ്പം വരുന്ന സാധനം മുഴുവൻ നേരെ ക്ലിഫ് ഹൗസിൽ എത്തിച്ചു കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതും സ്കാൻ ചെയ്ത്, അല്ലെങ്കിൽ സ്കാൻ ചെയ്യുവർ നമ്മുടെ സ്പെഷ്യൽ ടീം ഉണ്ടായിരുന്നു അവിടെ. നോക്കിയാൽ മുഴുവൻ സ്വർണ്ണമാണ്. എന്നാലോചിച്ച് ഞാൻ അന്ന് പത്രസമ്മേളനം നടത്തി. പിണറായിക്ക് മിണ്ടാൻ പറ്റിയില്ലല്ലോ. അതല്ലേ നമ്മുടെ വലിയ ഉരുളിയല്ലേ സ്വർണം കൊണ്ട്. എന്നാ എനിക്ക് തന്നെ പിണറായി വിജയൻ ഇപ്പം കഞ്ഞിയൊക്കെ വെക്കുന്ന വലിയ സ്വർണ്ണ ഉരുളിയിലാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ അതാണ് എനിക്ക് ഇഷ്ടപ്പെടാൻ. ഞാനല്ലേ പിണറായി അനുകൂലിക്കുന്നവനായിരുന്നു. അതല്ല എന്നോട് പുള്ളിക്ക് പണക്കുണ്ടാക്കാൻ ഇതൊന്നുമല്ല. ഈ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവ്, പിണറായി പാർട്ടി സെക്രട്ടറി. അപ്പോൾ പിണറായി ഈ VS അച്യുതാനന്ദൻ എപ്പോഴും എന്നെ വിളിക്കും. എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതിന് കാരണം ഇപ്പോൾ ഈ VS ഈ പൂഞ്ഞാറ്റിലാണ് ഒളിച്ചിരുന്നത്. അന്ന് ഇടികിട്ടും കൊല്ലും. അപ്പം പിണറായി ആലപ്പുഴയിൽ നിന്ന് ജീവനും കൊണ്ട് ഓടി ഇവിടെ വന്ന് ഇവിടെ താളനാനിക്ക് നമ്മുടെ പുരുഷോത്തമൻ സാറിൻ്റെ വാലാനിക്കൻ കല്ലക്കുളത്ത് വാലാനിക്ക് കുടുംബത്തിൽ വിളിച്ചിരിക്കുക. അപ്പം പുള്ളി രാവിലെ 5 മണിക്ക് കുളിക്കാനിറങ്ങി അവിടെ തോട്ടിലേക്ക്. പല ദിവസം ഇപ്പോൾ ചേട്ടന്മാർ കണ്ടു ഇത് ഏതോ ഒരു വിളിച്ചിരിപ്പണമെന്ന് മനസ്സിലായി. അവർ പോലീസ് കൊടുത്തു. അന്ന് മീനച്ചി പോലീസ് പാലായില്ല. ഇവന്മാർ ഇവിടെ വന്ന് പോലീസ് 2 ദിവസം വിളിച്ചിരുന്ന് വെച്ച് കുളിക്കാനങ്ങ് അച്ഛനെ പിടുത്തം വീണു. അപ്പോഴവർക്ക് അച്യുതാനന്ദൻ മനസ്സിലായി ഇതിപ്പോൾ സ്വർണം കിട്ടാനുണ്ടോ. അവരിവിടം മുതലിടി പുറയോട് കൈ കെട്ടി അറിയാം VS എന്തെല്ലാം ചെയ്യുന്നറിയോ. പൂഞ്ഞാറ് മുതൽ പാല അവരെ ഇടിച്ചു. മനുഷ്യനെ കാണിച്ച് ഏതോ ഒരു എടാ നാരാവള്ളയോ അങ്ങനെ ഒരുത്തന്നെ ഒരു പോലീസുകാരൻ ഇടിച്ചെന്ന് മാത്രമല്ല കാലിനകത്ത് ഈ ബാനറ്റ് കുത്തിക്കയറ്റി. അന്ന് ഈ പുരുഷോത്തമൻ സാറെന്ന് പറയും, ഇപ്പോഴും ഉണ്ട് മനുഷ്യനായിട്ടിരിക്കുന്നത്. അങ്ങേര് പാലാ പോലീസ് സ്റ്റേഷനിൽ പോയി നിന്ന് ഇത് കണ്ടതാണ്. ഇങ്ങനെ ഇടിച്ച് ഇച്ചിരി ഇട്ടിരിക്കുന്നതൊക്കെ. ഇതെല്ലാം ഈ വാലാനിക്ക് സാറ് പുരുഷോത്തമൻ സാറ് പറഞ്ഞ് എനിക്കറിയാം. അങ്ങനെ ഹെഡ് മാസ്റ്ററായിരുന്നു SN സ്കൂളിൽ. ഇവിടുത്തെ രാജകുടുംബത്തിൻ്റെ സ്കൂളാണ്. ആ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ എന്തെങ്കിലും അങ്ങനെ അവിടെ പഠിപ്പിച്ചതാണ്. എനിക്ക് ബന്ധമുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ടപ്പോൾ VSയോട് എനിക്ക് മനസ്സിലൊരു ആരാധനയും സ്നേഹവും നമ്മുടെ നാട്ടിൽ നിന്നാണ് ഈ തൊഴിൽ കൊണ്ടുവന്നത്. ഞാൻ ഈ ഇപ്പോൾ ഒരു 2 കൊല്ലമായ പുള്ളി ഒരു അനങ്ങാൻ മേള ക്ഷീണിതനായിട്ട്. അതിനുമുമ്പ് മിക്കവാറും എല്ലാ ദിവസവും അദ്ദേഹം വീട്ടിൽ പോകുമായിരുന്നു. ഈ എന്നെ പൊക്കി കാണിക്കപ്പോൾ എടോ തൻ്റെ നാട്ടിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയും. ഇപ്പോഴും പാട് കിടപ്പുണ്ട് ബാൻഡ് കുത്തിക്കയറ്റിയത്. അങ്ങനെ ഞാൻ VSനെ അപ്പം പ്രതിപക്ഷതാവല്ലേ. അപ്പോൾ ഈ മാണിയുടെ ബന്ധുക്കളും പിന്നെ കുറേ മാന്യന്മാരൊക്കെ കൂടെ അവിടെ ഇച്ചിരി ഭൂമി കൈകരുത് നമ്മുടെ ഇടുക്കിയില്ലേ. അങ്ങനെ വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു. ഭൂമി കയറ്റം ശരിയല്ലല്ലോ. പോയേക്കാന്ന് പറഞ്ഞു. VSൻ്റെ കൂടെ VS ഞാനും കൂടെ നടന്ന് കയറി. പോലീസും പട്ടാളും ഫോറസ്റ്റുകാരും ബഹളം. എല്ലാവരും ഏക്കാൻ്റെ എല്ലാവരും അടിച്ചോടിച്ചേച്ച് അവിടെ കേന്ദ്ര സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചു. അത് വലിയ സംഭവമല്ലേ അന്നത്തെ. പിന്നെ മൂന്നാറെന്നാണ് പറഞ്ഞത്. അവിടെ ഒരാറേ ഉള്ളൂ. ഇപ്പോൾ ബാക്കി 2 ആറും നാട്ടുകാർ കൊണ്ടുപോയി. അവിടെയും പോയി അച്യുതാനന്ദനെ കൊണ്ടുപോയി. എന്തിന് അന്ന് MM മണിയുടെ അനിയനെ വരെ വസ്തു വരെ ഞങ്ങൾ പിടിച്ചെടുത്തു. അങ്ങനെ ഒത്തിരി നല്ല കാര്യം ചെയ്യാൻ പറ്റും VSൻ്റെ കൂടെ പോയി. അങ്ങനെ VSുമായിട്ടുള്ള നല്ല ബന്ധം വന്നു. ഇപ്പോൾ നമ്മുടെ ആലപ്പുഴയുള്ള നമ്മുടെ ഈ കരിമണക്കടലിൽ നടക്കുന്ന എന്തൊരു പൂക്കൃതനാണ്. അതുപോലെ VSനോട് പറഞ്ഞിട്ട് ഞാനാണ് VSന് പറഞ്ഞിട്ട് അവിടെ പോയി തടഞ്ഞത് പെറ്റിഷൻ കമ്പനി ചെയർമാനായിരുന്നപ്പോൾ. അപ്പോൾ അതെല്ലാം കടത്തിക്കൊണ്ട് പോയി കഴിഞ്ഞു മുഴുവൻ. ഈ രാജ്യം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ VSൻ്റെ ആളായി എന്നുള്ളത് പിണറായിക്കൊരു വഴിയായിപ്പോയി. പിണറായി മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോഴല്ലേ VS കയറി മുഖ്യമന്ത്രിയാകുന്നത്. അതാണ് പുള്ളിയുടെ എന്നോട് വഴക്കുണ്ടാക്കി. അല്ലേ VS പിണറായി വിളിച്ച് ചെവിയിൽ ജോറേ അയാൾ കൊടുത്ത് പോകണ്ടെന്ന് പറയണ്ടേ. പറഞ്ഞില്ലല്ലോ. പിന്നെ എന്നോട് പണം കണ്ട കാര്യം എന്താ. ഞാൻ പ്രതിപക്ഷ ഒരു അംഗം എന്നതിൽ VSനെ കൊണ്ട് നടന്നു.
അതിന് പിണറായി വിഷമിക്കേണ്ട കാര്യം എന്താ? എന്നെ അഭിനന്ദിക്കുകയല്ലേ ചെയ്യണ്ടേ പിണറായി? അതിനോട് തിരിച്ചായി. അപ്പോൾ എന്നാൽ നമ്മുടെ ജോലി ചെയ്തേക്കാന്ന് വെച്ചു. വെറുതെ ഉപദ്രവിക്കുക. ഞാൻ ഒരു ദിവസം ഒറ്റയാണ് കേട്ടോ, ഒരു ദിവസം രാത്രി ഒരു 2 മണിയായപ്പോൾ ഞാൻ ഒന്ന് ബാത്റൂമിലൊക്കെ വെച്ച് ഞാൻ ചുമ്മാ ആ മുറിയാണ് കിടക്കുന്നത്. നോക്കിയോ, ഈ റോഡ് നിറച്ച് പോലീസ്. എടാ ഇതിന് മാത്രം പോലീസ് തന്നെ ഇടപെടാം ഞാൻ വിചാരിച്ചു. അന്ന് ഈ SDP എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് കിടക്കുക. അപ്പോൾ ഞാൻ പറയാം എങ്ങനെ കൊല്ലാൻ വല്ലതും അതിന് എന്നെ സംരക്ഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പ്രകാരം വന്നിമാരെല്ലാം കൂടെ കിടക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അവരവിടെ കിടക്കണമെന്ന് ഞാൻ കിടന്ന് ഉറങ്ങി. പിന്നെ ഉറങ്ങി കിടക്കും കുണുകുണുന്ന് ബെല്ലടിക്കുന്നു. ചേടാ ഇതെന്താണെങ്കിലും ഞാൻ നടവാക്ക് വന്ന് നോക്കിയപ്പം പോലീസ് ഓഫീസർമാരും റോഡിൽ നിന്ന് പോലീസുകാരും പോലും പേറ്റയ്ക്ക് വിട്ടുന്നിട്ടുണ്ട്. അപ്പം ഞാൻ അറിഞ്ഞത് എന്നാ വിശേഷം, നിങ്ങൾ രാത്രി 2 മണി 3 മണി ഇവിടെ നിൽപ്പുണ്ടല്ലോ റോഡിൽ, അന്നേരം ഇങ്ങോട്ട് കയറുക. എന്നാ വിശേഷം? എന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നു. ഞാൻ നിങ്ങളെ രാത്രി വന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, എന്തിനാ ഇത്ര നേരം? എന്നാ പ്രശ്നം? കൊലക്കേസ് പ്രതി വല്ലതും ആണോ? എന്നാ കുഴപ്പം നിങ്ങൾ പറഞ്ഞു? അതല്ല കുഴപ്പം, എനിക്ക് ചിരി വന്ന് ഞാൻ തിരുവിതാംകൂർ അവിടെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചപ്പം അത് ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്ക് എതിരായിരുന്നു. പറയാം, ഞാൻ ഹിന്ദുവിന് ക്രിസ്ത്യാനിക്ക് എതിരായിട്ട് പറഞ്ഞിരിക്കുന്നത് എനിക്കെന്നെ ഒരു കാര്യമില്ലാതെ ഞാൻ എന്നാൽ ഒരു കാര്യം ചെയ്യും, പോയേക്കാം. ഞാൻ ഷർട്ട് ഇടുന്നില്ല, ഈ വേഷത്തെ ആയിക്കോട്ടെ, ബനിയനും കയ്യിലും കൊണ്ടാണ് പോയേക്കാമെന്ന് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അവർ പറഞ്ഞു വേണ്ട, കുളിച്ചിട്ടൊക്കെ പോകാം. എന്നാൽ വളരെ സന്തോഷം. ഞാൻ കയറി കുളിച്ച് ഡ്രസ്സെല്ലാം മാറി വന്ന് വണ്ടി കയറി. ഞാൻ നിങ്ങൾ പോലീസുകാർ വേണ്ട ഒരു നിയമവിരുദ്ധം അടിക്കേണ്ട, ഒരു പോലീസുകാർ അത് കയറാൻ പറഞ്ഞു. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ കയറി. സിറ്റി കമ്മീഷനാണ് വന്നിരിക്കുക, അസിസ്റ്റന്റ് കമ്മീഷണർ ഇവിടെ വന്നിരിക്കുക തിരുവനന്തപുരത്ത്. ഞാൻ അയാളോട് നിങ്ങൾ എൻ്റെ കഴപ്പായിരുന്നു ചോദിച്ചു. നിങ്ങൾ എന്നെ ഫോൺ വിളിച്ച് ഞാൻ അങ്ങോട്ട് വരികയല്ലേ, ഇങ്ങനെ അറസ്റ്റ് ചെയ്യാമല്ലോ, പിന്നെ എത്ര ലക്ഷം രൂപ പോയെന്ന് ചോദിച്ചു. എന്നെ അറസ്റ്റ് ചെയ്യാനുള്ള ചിലവെന്ന് നിങ്ങൾ എഴുതിയിടുകയല്ലേ, പൂക്കൃത്തിലിട്ടത്. ഞാൻ ഫോണിൽ വിളിച്ച് അങ്ങോട്ട് വരുമല്ലോ തിരുവനന്തപുരത്ത്, അറസ്റ്റ് ചെയ്തോണം, പ്രശ്നം തീർന്നില്ലേ? ഞാൻ ഓടി വിളിക്കുന്നവനല്ലല്ലോ. നിങ്ങൾ അടുത്ത തവണ വിളിക്കാൻ ഇനി വരെ ഇതുകൊണ്ട് നിൽക്കുകയാലെന്ന് എനിക്കില്ല, നിങ്ങൾ പിടുത്തം കിട്ടുകയില്ല, ഞാൻ വെല്ലു വിളിച്ചിരിക്കുന്നു പറഞ്ഞു. ഇത് കഴിഞ്ഞ് പോയി അവിടെ കൊണ്ടുപോയി രാത്രി 7 മണിയായപ്പോൾ കൊണ്ടുപോയി ഹാജരാക്കുക. സത്യത്തിൽ രാത്രി കൊണ്ട് ഹാജരാക്കി റിമൈൻഡ് ചെയ്തിരിക്കാൻ പറ്റുകയില്ലല്ലോ. അപ്പം ഒരു മൈസൂരായിട്ട് മോളിൽ നിൽക്കുക. എനിക്ക് മൈസൂരായിട്ടാണെന്ന് മനസ്സിലായില്ല. 3-ാം നിലയിലാണ് കോട്ടയം സാർ. താഴേന്ന് ഞാനിങ്ങനെ വളഞ്ഞ് മടുത്ത ഇത്ര ദിവസമായി ഇങ്ങനെ കൊണ്ടുനടക്കല്ലേ കയറി. അപ്പം ഞാൻ മുകളിലോട്ട് നോക്കിയാൽ ഈ പെണ്ണ് അവിടെ നിൽക്കുന്നുണ്ട്. ആ പെണ്ണ് എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ അവർ ഒരു നല്ല മിടുക്കിയാണ്, SFI. ലോ കോളേജിൽ മറ്റോ കൗൺസിലറായിട്ട് ജയിച്ച പെണ്ണാണ്. അപ്പോൾ അവർക്ക് എതിരായിട്ട് പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് ഞാൻ. അതാ SFI. അപ്പോൾ മിക്കവാറും മൈസേട്ടിൻ്റെ പെമ്പളയാണല്ലോ, ദീപം തമ്പുരാൻ ഇവിടെ അടുത്താണോ? മൈസേട്ടിൻ്റെ പെമ്പളയാണെന്ന് എൻ്റെ മനസ്സിലായി. ആ കയറി ചെന്നപ്പോൾ അവൾ എന്നെ അറിയാമല്ലോ. സാറിന് എന്നാ ഉണ്ട് വിശേഷം? ഞാൻ മഴ ഒരു വിശേഷമില്ല, ഇങ്ങനെ ഇമ്മാരെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് വന്നത്. അവളും കൂടി തിന്നു. താൻ എന്തിനാണ് ഈ മനുഷ്യനെ പിടിച്ചുകൊണ്ട് വന്നതെന്ന് ഭയങ്കര ഷൗട്ട് ചെയ്ത് ചൂടായി. സാറ് വേഗം വീട്ടിൽ ചെല്ല്, ഉഷേച്ചേച്ചി അവിടെ കരഞ്ഞുകൊണ്ടിരിപ്പുണ്ടെന്ന്. അപ്പോൾ ഇവിടെ മൈസേട്ടൻ നേരെ എനിക്ക് മനസ്സിലായി. ഞാൻ മൈസേട്ടൻ്റെ ഭാര്യയാന്ന്. നമ്മളെ പൊക്കോളാന്ന് പറയും. ജാമ്യക്കാരുണ്ടോ? ഞാൻ 2 ജാമ്യക്കാരുണ്ടെന്ന്. അവരെ ഒന്ന് സാർ വേഗം പോകാൻ പറഞ്ഞു. എന്നെ അന്നേരം ഇറക്കി വിട്ടു. ഞാൻ നേരെ വീട്ടോട്ടും പോയി. ഇതാ പിണറായി പോയിട്ട് ഒരു ഗുണം. ആ മൈസേട്ടിൻ്റെ ഭർത്താവ് ആലോചിക്കണം. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഞാൻ ചുമ്മാ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറ്റം പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഇത് പറയാൻ വേണ്ടിയല്ല ഇത് പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലെ CPMൻ്റെ ലീഡർ എന്ന് പറയുന്നത് ഈ മൈസൂരിൻ്റെ ഭർത്താവാണ്. മനസ്സിലായി? അത്ര കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ്. പക്ഷേ നിയമത്തിനൊഴുക്കി അവർക്ക് നോക്കുള്ളൂ. അതാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ മാന്യത. അതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും അത് കഴിഞ്ഞ് 2ാമത്തെ ദിവസം എന്നെ പിടിക്കാൻ വന്നു. അപ്പോൾ എനിക്കൊരു വാശി. ഞാൻ കമ്മീഷണർ പറഞ്ഞു, ഫോണിലാണ്, നിങ്ങൾ പിടിക്കാമെങ്കിൽ പിടിച്ചോളാൻ പറഞ്ഞു. ഞാൻ ഇപ്പം പെരയ്ക്കകത്തുണ്ടെന്ന് പറഞ്ഞു. അവരിങ്ങനെ ചുറ്റും നിൽക്കുക. അപ്പോൾ എൻ്റെ കസിൻ ഇങ്ങോട്ട് ഇവിടെ വന്നേ. ഞാനിതെല്ലാം വർത്താനം പറഞ്ഞ് വെച്ച് പതുക്കെ അതിനെ വന്നു വെച്ച് ഇതിലൂടെ വന്ന് വേറെ കാറിനകത്ത് വിട്ടോടാന്ന് പറഞ്ഞു. ആ പോലീസ് ഓഫീസർമാർ നിൽക്കുന്ന ഇടയിൽ കൂടെ കിട്ടും കാറ്. ഞാനാ കാറിനകത്ത് ഇമാർക്ക് മനസ്സിലായില്ല. എൻ്റെ വഴിക്കങ്ങ് പോയി കഴിഞ്ഞപ്പോൾ തപ്പും തുടങ്ങി പാവങ്ങൾ. 1 ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി, കിട്ടുന്നില്ല. ഞാൻ വിളിച്ചു കമ്മീഷണറെ, നിങ്ങളിനി ബുദ്ധിമുട്ടണ്ട, ഞാൻ ഹാജരാകുക, അങ്ങോട്ട് വരാം. നിങ്ങൾ 1 മാസം ഞാൻ വിളിക്കും, നിങ്ങൾക്ക് എന്നെ കിട്ടുകയില്ല. ഇത് മനഃപ്പുറം നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ മാറിയതാണ്. ഇതാ വരുന്നു എന്ന് പറഞ്ഞു.
ഒരു തവണ ഇവിടെ പിന്നെ പോയി ചാടിയിട്ട് അവർ കണ്ടില്ല ചമ്മനൂരത്ത് വെച്ച്. അവിടെ ഞാൻ വണ്ടി ഓടിച്ചു പോയി. അന്ന് അതായത് നമ്മുടെ പോലീസ് മിടുക്കന്മാരാകട്ടെ, കഴിവുള്ള പോലീസാണ്, അതൊന്നും നിശ്ചയിക്കാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഒരാൾ ഒളിക്കണമെന്ന് ഒളിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് പിന്നെയും പിടിച്ചുകൊണ്ട് പോയി. മൂന്നാമത്തെ പിടിച്ചുകൊണ്ട് പോകാൻ എൻ്റെ പൊന്നുമാനെ എനിക്ക് സഹിക്കുകയില്ല. എന്നെ ഇവിടുന്ന് നമ്മുടെ സിറ്റി കമ്മീഷൻ വിളിച്ചു, തിരുവനന്തപുരത്ത്. ഫോണിൽ വിളിച്ചാൽ ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നാളെ രാവിലെ ഞാൻ ഇവിടെയാണ്. രാവിലെ ഒരു 10 മണിക്ക് മുമ്പ് തിരുവനന്തപുരത്ത് എത്തണം ഗസ്റ്റ് ഹൗസിൽ. ഞാൻ വന്നേക്കാം, ഞാൻ നാളെ രാവിലെ പോന്നാൽ മതി, 10 കഴിഞ്ഞാൽ കുഴപ്പമുണ്ട്, രാവിലെ പോന്നാൽ മതി. ഞാൻ ഇവിടുന്ന് രാവിലെ പുറപ്പെട്ടു. കൃത്യം 10 ആയപ്പം അവിടെ ചെന്നു. ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോൾ ഒരു 10 പോലീസുകാരും ഓഫീസർമാരും എല്ലാം നിൽപ്പുണ്ട്. എന്നോട് ഇരിക്കാൻ പോയി. ഞാൻ അവിടെ ഇരുന്നു. കുറേ ചോദ്യങ്ങൾ തോന്നി. ആയിക്കോട്ടെ തോന്നി. 100 ചില്ലുവാനും ചോദ്യം എന്നോട് ചോദിച്ചു. 100 ചില്ലുവാനും? 100ഓളം ചോദ്യം ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിനെല്ലാം ഞാൻ ഉത്തരം പറഞ്ഞു. ഉത്തരം പറഞ്ഞപ്പോൾ കമ്മീഷൻ പറഞ്ഞു ഇങ്ങനെ അവരെ സീനിയേഴ്സ് എല്ലാം കൂടെ എന്നെ കുറ്റം കാണുന്നത്, എന്നെ പിടിച്ചുകൊണ്ട് വന്നു, എന്നെ വിളിച്ചേ, എന്തിനു വിളിച്ചു എന്നായി കമ്മീഷൻ. കാരണം ഒരു കുറ്റമില്ല, ചോദിച്ചപ്പോൾ മനസ്സിലായി അവർക്ക്. അവർ തിരിച്ചും മറിച്ച് എല്ലാം സസ്യമായിട്ട് ഉത്തരം പറയുമ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടുള്ളത്. എന്നാൽ പോകാം എന്ന് പറഞ്ഞു. ഞാൻ ഏക്കാൻ തുടങ്ങിയപ്പം നമ്മുടെ നമ്മുടെ വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടറും ഒരു 10-20 പോലീസുകാരുണ്ട്. അവിടെ വീണ്ടും ഞാൻ ഇനി എന്നാ കുഴപ്പം, കേസുണ്ടെന്ന് പറഞ്ഞു. ഇനിയും കേസുണ്ടോ? അപ്പോൾ കമ്മീഷൻ എന്നാണോ കേസ്? അങ്ങനെ ആ പാവം വന്ന്, സാർ ഇന്നലെ ഇങ്ങനെ സരിത എന്നൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തതായിട്ട് ആ സ്ത്രീ മൊഴി തന്നിട്ടുണ്ട്. അങ്ങനെ എപ്പം ബലാത്സംഗം? ഇന്നലെ രാത്രി. എവിടെ വെച്ച്? അവിടെ എങ്ങനെ ഗസ്റ്റ് ഹൗസ്? കമ്പ്യൂട്ടർ ഒറ്റ ചിരി. ഇടോ 200 മീറ്റർ നീളത്തിലിരുന്നുകൊണ്ട് ബലാത്സംഗം ചെയ്യാൻ അത് PCOയുടെ കഴിയുള്ളൂ, മതിയോ? കമ്മീഷണർ പറഞ്ഞതാണ്. ഞാനിവിടെ നിങ്ങൾക്കറിയാം, രാത്രി പുള്ളി ഞാൻ വായനയ്ക്ക് എന്നോട് ഞാൻ സംസാരിച്ചല്ലേ, ഈരാറ്റുവട്ടം വിളിച്ച്. നാളെ രാവിലെ വരുമ്പോൾ രാവിലെയാണ് ഞാൻ പോയത്. പുള്ളിക്കറിയാം ഞാൻ രാവിലെ ഇവിടുന്ന് പോയെന്ന്. അപ്പോഴവിടെ കേസെടുത്ത് രാത്രി അവിടെ ബലാത്സംഗം ചെന്ന് ഗസ്റ്റ് ഹൗസിൽ. എന്നാ മറുപടി പറയുന്നു? ഞാൻ അറസ്റ്റല്ലേ, പോയേക്കാന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു പോയി. അവിടെ പോയി പോലീസുകാർക്ക് വളരെ മാന്യമായിട്ട് ഒരു വൃത്തിയോടെ എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് അതിശക്തമായ ഒരു മൈസൈഡ് മുന്നോട്ടുള്ള കയറാക്കുന്നു. അപ്പം എൻ്റെ വക്കീലുണ്ട്, ശാസ്തമംഗലം എന്ന് പറയുന്ന BJPയുടെ വക്കീലാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു നമുക്ക് ജാമ്യം കിട്ടാൻ സാധ്യതയില്ല, ഇത് കമ്മിറ്റ് ചെയ്ത് പോവുള്ളൂ, ജാമ്യം തരിക. ഈ 354 ഉണ്ട്, താനും ജാമ്യം കിട്ടുകയില്ല, ഹൈക്കോടതി മേടിക്കേണ്ടി വരും, നമുക്ക് നോക്കാം. എന്നിട്ട് മിണ്ടാൻ പോലും ഇവർ സമ്മതിക്കല്ല മൈസൈഡെന്ന് പറഞ്ഞു. ഒരു 100 ചില്ലുവാനും പത്രക്കാർ ഓടിക്കൂടി. അവരും അറിയാം, ഞാൻ നിരവധി നമുക്കെല്ലാം അറിയാം. അവരിങ്ങനെ നിൽക്കുക. മൈസൈഡ് കോടതി ആരാക്കാൻ പറഞ്ഞവർ, വീട്ടിൽ ആരാക്കണമെന്ന് പറഞ്ഞു. അവർ 7 മണിയായപ്പോൾ മൈസൈഡ് ബെഞ്ചാൻ വന്നു. കയറി എന്ന് വെച്ചാൽ യെസ് എന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതാൻ തുടങ്ങുകയാണ്. റിമാൻഡ് ചെയ്തേ ഉടനെ റിമാൻഡ്, ഐ എം സോറി, ഈ ഞാൻ റിമാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളോട് ചോദിക്കണം ഒരു ചോദ്യം. ആ ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ പോലീസ് ഹരാസ്മെൻറ്റ് ഉണ്ടായോ, എന്താണ് നിങ്ങൾ വല്ലതും പറയാനുണ്ട്? ഞാൻ കോടതിയോട് വളരെ വിനയത്തോട് ഞാൻ പറഞ്ഞു, പോലീസ് ഹരാസ്മെൻറ്റ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല കേരള പോലീസ് വളരെ മാന്യമായിട്ട് അതിനോട് പെരുമാറി, എനിക്കൊരു സങ്കടവുമില്ല. ഓ യെസ്. പിന്നെ അവർ ഞാൻ ഒരു സങ്കടം പറയാൻ ഇരിക്കുമെന്ന് ചോദിച്ചേ, അവർക്കത് ഫീൽ ചെയ്തു. യെസ് എന്താണ്? ഞാൻ നിരപരാധിയാണ്, ഞാൻ ഈ സ്ത്രീയെ കണ്ടിട്ടുണ്ട് പണ്ട്, ഇപ്പോൾ എനിക്കൊരു ബന്ധവുമില്ല. ഞാൻ ഇന്ന് രാവിലെയാണ് ഈരാറ്റുപട്ടം നിന്ന് വന്നത്. ഈ സിറ്റി കമ്മീഷനോട് ഫോണിൽ വിളിച്ച് ചോദിച്ചാൽ പറയും, അങ്ങനെ വിളിച്ചിട്ട് ഞാനിവിടെ വന്നതാണ്. ഇന്നലെ ഞാൻ എങ്ങനെ തിരുവനന്തപുരത്ത് ബലാത്സംഗം ചെയ്തു, സങ്കടമുണ്ട്, എന്നെ ഇങ്ങനെ അപമാനിക്കും, ഞാൻ മടുത്തു, എനിക്ക് ബഹുമായിട്ട് കോടതി എന്നെ പറഞ്ഞയക്കണം. കോടതി എപ്പോൾ പറയും, പാതിരായ്ക്കും ഏത് സമയത്ത് എവിടെ വേണേ വന്നോളാം, എന്നോട് ദയ കാണിക്കണമെന്ന് പറഞ്ഞു. ഉടനെ അവരിങ്ങനെ എൻ്റെ നേരെ നോക്കി വെച്ചു, അവരുടെ മുഖം മാറി. അപ്പോഴേക്കും നമ്മുടെ ശാസ്തമംഗലം അഡ്വക്കേറ്റ് ഒരു 1/2 മണിക്കൂർ വിശദീകരിച്ചു കൊടുത്തു. വെയിറ്റ് ഫോർ ജഡ്ജ്മെൻറ്റ് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞ് അവർ പിന്നെ കയറി വന്നു. ബെയിൽ അനുവദിച്ചിരിക്കുന്നു. കാരണം നിയമമനുസരിച്ച് ബെയിൽ കൊടുക്കത്തില്ല, സെഷൻ കേസല്ലേ. അവരെ ഞാൻ അന്വേഷിച്ചപ്പോൾ സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലുള്ള അവരുടെ ജഡ്ജിമാരോട്, സീനിയർ ജഡ്ജസിലെ അവരോട് അഭിപ്രായം ചോദിച്ചിട്ടാണ് അവരെനിക്ക് ജാമ്യം നൽകുന്നത്. അങ്ങനെ നീതിബോധമുള്ള
ദൈവാനുഗ്രഹം എന്നെ പിണറായി പിടിച്ചുകൊണ്ട് എല്ലാ ജഡ്ജും മജിസ്ട്രേട്ടന്മാരും ദൈവത്തിന് വനിതകളായിരുന്നു. എല്ലാം ഹൃദയശുദ്ധിയുള്ളവരുമായിരുന്നു. ഒന്ന് ആലോചിച്ച്. ഞാൻ വേറെ രസം എന്തെന്നറിയാം, ഈ ജാമ്യം നിന്ന് മജിസ്ട്രേറ്റിനെ പറ്റി ഞടുക്കുവാ വക്കീലന്മാർക്ക് പോലും. ആരും മിണ്ടാൻ സമ്മതിക്കില്ല. അവർ പോടാന്ന് പറയുന്ന സ്ത്രീയാണ്. പക്ഷേ നമുക്ക് ജാമ്യം തന്നു. അവർക്ക് മനുഷ്യൻ നേടുവാനായിരുന്നു. അതാ നീതിബോധം അവർക്കൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒരു വക്കീലായാലും വക്കീലന്മാർ തോണ പറയേണ്ടി വരുമായിരിക്കും. ഒരു മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഒരു ജഡ്ജി ആയാൽ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ മഹത്വം വളരെ വലുതാണ്. എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നത്. ഹൈക്കോടതിയിൽ പല കേസ് വന്നിട്ടുണ്ട്. ഒരു തവണ ഒരു കേസിന് ഈ പറഞ്ഞ അടുത്ത കേസാണ്. ഞാൻ തന്നെ ഹൈക്കോടതി നേരിട്ട് ചെന്ന് കായരായി ചിന്നോട്ടെ കയറിച്ചു. അപ്പം 3 മജിസ്ട്രേട്ടന്മാരിരിക്കുക, അല്ല 3 ജഡ്ജസ്. 3 ജഡ്ജസാണ്. അപ്പോൾ ഒരു ജഡ്ജി നമ്മുടെ MM ലോറൻസിൻ്റെ മകനോ ചേട്ടൻ്റെ മകനോ ഒക്കെ. പുള്ളിക്ക് എന്നെ മനസ്സിലായി. അവർ അങ്ങോട്ടും കൂടി സംസാരിക്കാൻ കണ്ടു. കേസ് തുടങ്ങിയപ്പോഴത്തേക്കിന് ഇവിടെ എരുമയിലൊരു ഒരു ഒരു വില്ലേജ് ഓഫീസ് തർക്കമാണ്. ഞാൻ അതിന് ചെന്നിരിക്കുക. MLA എന്നതിന് എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ. പിന്നെ വക്കീലിനെയും കൊണ്ടാകുന്നത്. നമ്മുടെ വക്കീൽ ഏറ്റപ്പോഴത്തേനും ജഡ്ജി നോ മിസ്റ്റർ ജോർജ് എന്നെ വിളിച്ചോളൂ. ഞാൻ ബെഞ്ചിനടുത്തോട്ട് ചെന്നു. എന്നാ ഇത് സത്യം? ഞാൻ വാസ്തവ സത്യം പറഞ്ഞു. അന്നേരം ഓർഡർ ഈയൊരു കേസ് കൊണ്ടുവന്ന് ചുമ്മാ വക്കീലെന്ന് പറഞ്ഞു. അത് ആ രണ്ടാക്കിയിരിക്കുന്നു. ഈയൊരു കേസ് കൊണ്ടുവന്ന് വരുന്നേക്കില്ലെന്ന്. അത് ഒരു MLA പറയുന്നതിനൊക്കെ ശരിയുണ്ടെന്ന് ഓർഡർ കിട്ടുന്നതായിരുന്നു. എല്ലാം എനിക്ക് ജുഡീഷ്യൽ നീതി മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എൻ്റെ മനസ്സിൻ്റെ ഒരു സന്തോഷമാണ്. ഒറ്റയ്ക്ക് നിന്നപ്പോൾ ജയിച്ചു, അത് കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം അത് പറയാം. ഒറ്റയ്ക്ക് നിന്നപ്പോൾ എനിക്ക് 27,000 ചില്ലുവാനോ 800 ചില്ലുവാനോ വോട്ട് ഭൂരിപക്ഷം കിട്ടും. സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഞാനത് പറയാൻ മടിക്കുന്നില്ല. ഇവിടെ ഒരു മൗലവി, ആ മൗലവിയുടെ സ്വഭാവം എന്താണെന്ന് ഈരാറ്റുപേട്ടക്കാർക്ക് ഇപ്പോൾ അറിയാം. പക്ഷേ അത് ഞാൻ പരസ്യമായിട്ട് പറയുകയാണ്. കാരണം ഈരാറ്റുപേട്ടയെ അവഗണിക്കാൻ എനിക്കിഷ്ടമല്ല. മൗലവി ആകുമ്പം പേരുദോഷം വന്ന നാടിനാണ്. ഞാനതുകൊണ്ടാണ് മിണ്ടാതിരുന്ന അന്ന്. അയാൾ ഞാൻ രൂക്ഷമായി അയാളോട് പെരുമാറേണ്ടി വന്നു. അത് കാര്യം പറയുന്നില്ല ഇവിടെ. അത്ര ഭീകരമായി വൃത്തികേടിൻ്റെ അടിസ്ഥാനത്തിൽ അയാളെ ശാസിക്കേണ്ടി വന്നു. അയാളെ വൈരാക്കി ഒന്ന്. മറ്റൊന്ന്, എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് ഞാൻ വെച്ചവനെ, അവന് ഒരു ദിവസം ഞാൻ ഇവിടെ ഇരിക്കുമ്പം നാദ് കൺസ്ട്രക്ഷൻ കണ്ണൂറുള്ള ഇവിടെ വരുന്നു. ഒരു 5 ലക്ഷം രൂപ ഞാൻ സക്കീർ സാറിന് കൊടുത്തു. ഇവൻ്റെ 5 ലക്ഷം കൂടെ ഇന്ന് വേണമെന്ന് പറയുക. സാറ് വഴക്കുണ്ടാക്കുക, ഇപ്പോൾ വേണമെന്ന് പറഞ്ഞു. എൻ്റെ ഇല്ല, നാളെ ഞാൻ തന്നാൽ മതി. നാളെ വരെ 5 ലക്ഷത്തിന് അവധി തരാൻ വേണ്ടി എൻ്റെ അടുത്ത് വന്നിരിക്കുക. ഒന്ന് ആലോചിച്ച്. അപ്പോൾ ഇവനൊക്കെ എന്നെ വിറ്റിട്ടില്ല ഈ തെണ്ടിയൊക്കെ. അതൊന്ന് ആലോചിക്കൂ. ഞാൻ അന്നേ വിളിച്ചു സക്കീറിനെ, നീ എന്തിനാ നാദകിൻ്റെ ഇവനോട് കാശ് പഠിച്ചത് എന്ന് മര്യാദയായി കാണിച്ചെന്ന് ചോദിച്ചു. അത് പറയാനൊന്നുമില്ല. കാശ് കൊള്ളാതെ തിരിച്ചെന്ന് പറഞ്ഞു. കാശ് തിരിച്ചു കൊടുപ്പിച്ചു വിട്ടു. അത് വൈരാക്കി. അവൻ എല്ലാവരോടും പറഞ്ഞു, ഞാൻ എന്നെ വേറൊരു കോൺട്രാക്ടർ ഇവിടെ മൂവാറ്റുപുഴയിൽ അങ്ങേരുടെ കാശ് മേടിച്ചെന്നാണ് പറയുന്നത്. അല്ല, നാദ് കൺസ്ട്രക്ഷനോടെ അവൻ കാശ് മേടിച്ച് തിരിച്ചു കൊടുപ്പിച്ചു. ആ വൈരാക്കി. ഈ 2 വൈരാക്കിയോട് കൂടി ഈരാറ്റുപേട്ട മുസ്ലിമിന് ഞാൻ എതിരാണെന്നും പറഞ്ഞ് ഭയങ്കര ബഹളം. SDP അല്ലെങ്കിലും ഉണ്ടല്ലോ നമുക്ക്. SDP ഞാനോട് ഒരു പിണക്കം ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നാന്ന് വെച്ചാൽ SDP എനിക്ക് അതിന് മുമ്പ് വോട്ട് ചെയ്തിട്ടുള്ള SDP കൊലപാതക രാഷ്ട്രീയം തുടങ്ങിയപ്പോൾ ഞാൻ എതിർത്തു. കാരണം ഈരാറ്റുപേട്ട തന്നെ ഒരു പ്രമുഖ വ്യക്തിയുടെ കാല് അവർ വെട്ടിക്കളഞ്ഞു. അതോടുകൂടി എനിക്ക് അവരുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിച്ചു. അതിന് മുമ്പ് അവരുടെ നല്ല ബന്ധമാണ്. ഈ കൊലപാതക രാഷ്ട്രീയം ആരാണെന്ന് എനിക്ക് കൂട്ടു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് മാത്രമുള്ള പിണക്കമുള്ളൂ. വ്യക്തിമായ പിണക്കമൊന്നുമില്ല. പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ബ്ലോക്കായിട്ട് എനിക്ക് വോട്ട് ചെയ്തു. വർഗീയത ഇവന്മാർ രണ്ടും കൂടെ ഉണ്ടാക്കിയതാണ്. പാവങ്ങളെല്ലാം തെറ്റിദ്ധരിച്ചു. അങ്ങനെ ആ ഒരു തെറ്റിദ്ധാരണ അടിസ്ഥാനത്തിൽ. അതുകൊണ്ട് എന്താ, എനിക്കൊരു MLA സ്ഥാനം പോയുള്ളൂ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് MLA സ്ഥാനം പോയപ്പോൾ ഈരാറ്റുപേട്ടയ്ക്ക് മാത്രമല്ല മുസ്ലിം സമൂഹത്തിനുണ്ടായ നഷ്ടം എന്താണെന്ന് അവർ കണക്ക് കൂട്ടിക്കോട്ടെ. അപ്പോൾ മനസ്സിലാവും. എന്നെ അനാവശ്യമായി തോൽപ്പിച്ചത് എനിക്ക് വിഷമമില്ല. വർഗീയവാദി എന്ന് മുദ്രകുത്തി എന്നെ പരാജയപ്പെടുത്തതിൽ ഈരാറ്റുപേട്ടയ്ക്കും മുസ്ലിം സമൂഹത്തിനും ഉണ്ടായിട്ട് നഷ്ടം എന്നാന്ന് മുസ്ലിങ്ങൾ ചർച്ച ചെയ്യട്ടെ. അവർ ചർച്ച ചെയ്താൽ അവർക്ക് വിവരം ഉണ്ടാവും. എന്നെ ഞാൻ ഉപദ്രവിക്കാൻ വിടുമോ? എനിക്ക് തോൽപ്പിച്ചതല്ല എൻ്റെ വിരോധം. പിന്നെ വർഗീയവാദിയാക്കി എന്നുള്ളതാണ് എൻ്റെ വിരോധം. അതിന് പരിഹാരം ഉണ്ടാക്കാതെ എൻ്റെ വൈരാഗ്യം തീരില്ല. അത് പരിഹാരം ചെയ്തു. എനിക്ക് ഇലക്ഷൻ വോട്ട് ചെയ്യണ്ട, അവർ ഇഷ്ടമുള്ളത് വോട്ട് ചെയ്തു. പക്ഷേ എന്നെ വർഗീയവാദി എന്ന് വിളിച്ചത് തിരുത്തണം. അല്ലെങ്കിൽ ഞാൻ വർഗീയവാദി തന്നെ പറയും, ഇനിയും പറയും. അത് പറയരുതെന്ന് എൻ്റെ ആഗ്രഹം. ഇവന്മാരെന്നെ വർഗീയവാദി എന്ന് പറഞ്ഞത് വർഗീയത തന്നെ പറയും. അത് പറയിക്കാതിരിക്കണമെങ്കിൽ അവന്മാർ ഞാൻ വർഗീയവാദി അല്ലെന്ന് എൻ്റെ അടുത്ത് ഇവിടെ വന്ന് പറയണം. അപ്പോൾ ഞാൻ നിർത്താം. BJP-യിലേക്കുള്ള മാറ്റം
അതായത് ഇവിടെ എത്ര പ്രാവശ്യം എന്നെ കൊല്ലാൻ വന്നറിയോ ഇവന്മാർ? പല പ്രാവശ്യം. ഞാനിങ്ങനെ തോക്കും കൊണ്ട് ഓടി, എപ്പോഴും തോക്കും കൊണ്ട് ഓടി പറ്റും മനുഷ്യനല്ലേ ഞാൻ. ഏതായാലും BJP ചേർന്നതിന് ഗുണം എന്താണെന്ന് വെച്ചാൽ, BJP ചേർന്നതോടുകൂടി എനിക്ക് നെഞ്ചും പിച്ചിയില്ല നടക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ BJP ചേർന്ന് മാത്രമല്ല, അത് കഴിഞ്ഞ് പിറ്റേ മാസം RSSൻ്റെ റൂട്ട് മാർച്ച് വാതക്കെന്ന് വെച്ചു. ഒരു 400 RS നല്ല ചെറുപ്പക്കാർ പിള്ളേർ വന്ന് റൂട്ട് മാർച്ച് പേട്ടക്കൂടെ വെച്ചു. അതോടുകൂടി ശല്യം തീർന്നു. ഇപ്പോൾ ഒരു തന്നെ തെറിയും പറയണ്ട, എന്നെ തല്ലാനും പറയണ്ട, കൊല്ലാനും പറയണ്ട, സമാധാനമായിട്ട് ജീവിക്കാം. ചില നേരത്തെ BJP ചേർന്നായിരുന്നെങ്കിൽ ഇച്ചിരി നന്നായിരുന്നു എൻ്റെ അഭിപ്രായം. ഏതായാലും BJPയുടെ നേതൃത്വം നല്ല മാന്യമായിട്ടാണ് എന്നോട് സമീപനം. എനിക്ക് വളരെ സന്തോഷമായിട്ട് പോകാൻ കഴിയുന്നുണ്ട്. തോക്കൊക്കെ ആദ്യം പോലെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? തോക്ക് പണ്ട് പോലുള്ളതാണ്, അതിപ്പോഴൊന്നും. ഇടയ്ക്ക് ഏതോ ഒരു പിന്നെ തോക്കെടുത്ത് ചൂണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചിലപ്പോൾ കൊണ്ടുവേണ്ടി വരും. പിന്നെ കാണാനാണ് ഈ തോക്ക് കൊണ്ട് നടക്കുന്നത്. തോക്ക് കൊണ്ട് ഞാൻ ഈ സ്ഥിരം തോക്ക് കൊണ്ട് MLA ആയിരുന്നപ്പോൾ തോക്ക് വേണ്ടെന്ന് വെച്ച് ഞാൻ ചുമ്മാ നടന്നവനെ. ഒരു ദിവസം ഞാൻ അടിവാരം എന്ന് പറയും, പൂഞ്ഞാർ തെക്കര പഞ്ചായത്ത് എന്നെ കൊല്ലാൻ നടക്കുക. അതാരാന്ന് പറയും, കേരളക്ക് കുറിച്ച് ഞാൻ തോൽപ്പിച്ച മാണിക്കാരെ കുറേ റൗഡികൾ ഒന്നുണ്ട്. ഇമാർ പല പ്രാവശ്യം എന്നെ ആക്രമിക്കാൻ ശ്രമിച്ച് ഞാൻ മൈൻഡ് ചെയ്യാൻ പോയില്ല. എനിക്ക് അങ്ങനെ അടുത്ത് വരികയെന്ന് എനിക്കറിയാമല്ലോ. ഞാൻ ഒരു ദിവസം രാത്രി 1 മണിയായിട്ടൊന്ന് അടിവാരം ഇങ്ങോട്ട് വരുമ്പോൾ കല്ലേക്കുളത്തിനടുത്തപ്പോഴത്തേക്കും ഞാൻ തന്നെ ജീപ്പൊടി വേറെ ആരും ഇല്ല. അപ്പോൾ അതിൻ്റെ ലൈറ്റ് വെട്ടത്ത് ഒരാളിങ്ങോട്ട് ഓടി വരുന്നു. ഞാൻ ചവിട്ടി വല്ല പ്രസവക്കേസോ വല്ല ആണെങ്കിൽ വണ്ടി തിരി ആശാനെ എന്നാണ് വിളിക്കുന്നത്. ചാടിക്കയറി ഞാൻ വണ്ടി വേഗം തിരിച്ചു. വിട്ടോ ഞാൻ എന്നടേ എവിടെയാണ് എന്നാ പ്രശ്നം? അവർ 19 പേരുടെ ഇരിപ്പ്. അവർ 2 തടിയാ ആശാൻ മെനുവും തടിയിട്ട് പിടിക്കാൻ പോവുക. ഒറ്റയ്ക്ക് രക്ഷപ്പെടുകയായിരുന്നു. ഞാൻ ശരിയാ, ഒറ്റയ്ക്കുള്ള 10-30 പേരുണ്ടെന്നല്ല പറയാം, രക്ഷപ്പെടുകയാണ്. ഞാൻ അവിടുന്ന് അവിടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് മിനോറ മോഹൻ്റെ അതിലൂടെ വണ്ടി കയറ്റി ഇടമല ചെന്ന് അവിടെ നിന്ന് പൂഞ്ഞാറ്റി ചാടി വീട്ടിൽ വന്ന് കിടന്നു. പിറ്റേ ദിവസം രാവിലെ കാറിനകത്ത് ജീപ്പിനകത്ത്, അന്ന് ജീപ്പും കാറും ഉണ്ട്, ജീപ്പിനകത്തോട് പിസ്റ്റൾ എടുത്ത് വെച്ചു. പിസ്റ്റളില്ലാതെ കാറിൽ. എൻ്റെ കയ്യിൽ അന്ന് പിസ്റ്റൾ ഉണ്ടായിരുന്നു, യാതൊരു സംശയമില്ല ഞാൻ വഴിമാറി പോകുകയില്ല. അതിലെ വരും തടയുന്നവൻ സ്വർഗത്തിൽ പോയിക്കൊണ്ടുപോയി. അത് ഒരു വിട്ടുവീഴ്ചയില്ല. ഒരു MLAക്ക് നാട്ടിൽ കൊണ്ട് നടക്കാൻ പാടുന്നത്, പിന്നെ ഇതിന് പണി കൊണ്ട് നടക്കുന്നു, നേരിടുക മാത്രമേ. അതുള്ള അതിനകത്ത് കാര്യം. അങ്ങനെയാണ് തോക്ക് കൊണ്ട് നടക്കാൻ തുടങ്ങി. ജഗതിയുടെ കുടുംബമായിട്ടുള്ള ബന്ധം? ജഗതി എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാണ്, അസാധ്യ അറിവുകളുള്ളവളാണ്. അറിവെന്ന് പറഞ്ഞാൽ അസാധ്യ അറിവുള്ള മനുഷ്യനാണ് അദ്ദേഹം. ഞാനിവിടെ അവസാനമായി പ്രസംഗിച്ച നമ്മുടെ ചങ്ങനാശ്ശേരി ഒരു സ്കൂൾ ഉണ്ട്, CMA അച്ഛന്മാരുടെ 3 സ്കൂൾ, 10,000-15,000 ആളാണ്. ആ ഉദ്ഘാടനം ഞാൻ ആദ്യം ജഗതി പ്രസംഗിക്കാൻ പോയി, കേൾക്കാമല്ലോ, ഇല്ല തമാശ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചത്. 1.5 മണിക്കൂർ നേരം പുള്ളി സംസാരിച്ചിട്ട് ഒരു വാക്ക് തമാശ പറഞ്ഞില്ല. ബൈബിൾ, ഖുർആൻ, ഭഗവത്ഗീത ഈ 3ൻ്റെ കമ്പാരിസണായിരുന്നു. എനിക്ക് വലിയൊരു അറിവാണ് അദ്ദേഹത്തിൻ്റെ, എന്നെ സംബന്ധിച്ച്. അത്ര നല്ല പ്രസംഗം, ഒരു മനുഷ്യൻ മിണ്ടാതിന് മുഴുവൻ കേട്ടു. ആ പ്രസംഗത്തെ പ്രത്യേകതയാണ്. പക്ഷെ അധികം താമസിയാതെ ആക്സിഡൻ്റ് ഉണ്ടായി. പുള്ളിക്ക് മിണ്ടാൻ കഴിയുന്നില്ല എന്നൊരു ദുഃഖമുണ്ട്. എങ്കിലും ദൈവം എന്തെങ്കിലും അദ്ദേഹം മിണ്ടിക്കുന്ന എൻ്റെ വിശ്വാസം. ഇപ്പോഴും എൻ്റെ വിശ്വാസം മിണ്ടിക്കുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. മതപരിവർത്തനമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറച്ച് ആരോപണമൊക്കെ മരുമകൾ ക്രിസ്ത്യാനിയായിട്ട് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് ഊളന്മാർ ഏത് ഊളനാ? ഇതേ മകൾ കൊണ്ട് ചോദിച്ചു, ഞാൻ നിർബന്ധിച്ചില്ല. ജഗതി ശിവകുമാർ എൻ്റെ മുറിയിൽ MLA കൂട്ടശി വന്നിട്ട് അങ്ങേര് പറഞ്ഞതനുസരിച്ച്, അങ്ങനെ പറഞ്ഞ കാര്യം ഇതാ. ഷോണും പറഞ്ഞായിരുന്നു അത്. അങ്ങേര് പറഞ്ഞേനാ, ഞാൻ പറഞ്ഞ അവൾ ഹിന്ദുവായിട്ടിരുന്ന എന്നാ കുഴപ്പം ഞാൻ അങ്ങേരോട് ചോദിച്ചു. പുള്ളി പറഞ്ഞാ, ഞാൻ മരിക്കും, BCOറയും മരിക്കും, ഷോണും മരിക്കും, എൻ്റെ മകൾ പാർവതിയും മരിക്കും, എവിടെ അടക്കുന്നത് പ്രശ്നമാണ്. നിങ്ങളെല്ലാം കൂടെ ഇപ്പോൾ അവളെ നിങ്ങൾ ക്രിസ്ത്യാനിയാക്കി തിരുവനന്തപുരത്ത് ഷോൺ വന്ന് താമസിക്കുകയാണെങ്കിൽ അവൾ ഹിന്ദുവായിട്ടിരിക്കും. അതല്ല, ഈരാറ്റുപേട്ടയാണ് താമസിക്കുന്നവളെ ക്രിസ്ത്യാനിയാക്കുക, ഇതാ തീരുമാനം. അങ്ങനെ ആക്കിയതാണ്. കാരണം എൻ്റെ മകൻ്റെ കൂടത്തിൽ മകളെ അടക്കണം, ഇതാണെന്ന് പുള്ളി പറഞ്ഞാൽ വളരെ കറക്റ്റായി. ഇവരുള്ള മനുഷ്യരങ്ങനെ അങ്ങനെ ഞാൻ ക്രിസ്ത്യാനിയാക്കാൻ ഞാൻ കൂടിയില്ല. തിരുവനന്തപുരത്ത് പൂർവ്വ പള്ളിയിൽ പുള്ളി തന്നെ അറേഞ്ച് ചെയ്തു, ഞാനല്ല. ഞാൻ സമയമായപ്പോൾ ചെന്ന് കുർബാന തുടങ്ങിയപ്പോൾ ചെന്നു. എനിക്ക് അതിനകത്തൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. പിണറായി വിജയനും ഒക്കെ ഈ സനാതനധർമ്മത്തെയൊക്കെ അവഹേളിക്കുന്നുണ്ടല്ലോ. അതിനെപ്പറ്റി ഒരു അഭിപ്രായം ഞാൻ പറയാം. ഈ രാഷ്ട്രീയക്കാരെന്തിനാണ് ഈ വിശ്വാസത്തിൽ ഇടപെടുന്നത്? എൻ്റെ വിശ്വാസം എന്താണ്, ഞാൻ പൊക്കോണം, മനസ്സിലായില്ലേ?
എനിക്ക് എൻ്റെ വിശ്വാസം അമ്പലത്തിൽ കയറുമ്പോൾ ഷർട്ട് ഊരണമെന്നാണ്, ഞാൻ ഊരിക്കണം. ഊരണ്ടാണ് ഊരാണ്ടാ പോക്കണം. ഇതൊക്കെ നമ്മുടെ രാഷ്ട്രീയക്കാരെന്തിനാണ് ഇടപെടുന്നത്? ആവശ്യമില്ലാത്ത ഈയനും തർക്കങ്ങൾ. ഈ പിണറായിയുടെ വിവരക്കേടാണ് ഇതൊക്കെ. പിന്നെ അങ്ങനെയൊന്നും ഇതൊക്കെ മിണ്ടാൻ പോകുന്നത്. പലതായിട്ട് ആലോചിക്കും ഭേദമാകരുത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അഭിപ്രായം. പക്ഷേ അങ്ങേര് അത് മിണ്ടണ്ടായിരുന്നു. പുള്ളി സ്വാഭാവികമായിട്ട് ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം വെച്ച് പറഞ്ഞു പോയതാണ്. പിന്നെ വേറൊരു കാര്യം നീ, ചില ക്ഷേത്രങ്ങളുണ്ടല്ലോ അവിടെ നടക്കാന പിണറായിക്ക് വിശ്വാസമില്ലെന്ന് ഓർക്കണം. ദൈവവിശ്വാസമില്ലാണ്. അവിടെ ശബരിമലയായിട്ട് 2 പെണ്ണുങ്ങളെ കൊണ്ട് വന്നത് പിണറായില്ലേ? ഞാനല്ല പോയി തടഞ്ഞത്. എന്നാ വലിയ സംഘർഷമായിരുന്നു. വാശിയായിരുന്നു പെണ്ണുങ്ങളെ കൊണ്ട് അവിടെ കയറി കാണിച്ചില്ല. എത്ര പോലീസ് വെടിവെപ്പ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഞാനും തോക്കൻ്റെ ഇരിപ്പുണ്ട്. വെടിവെപ്പ് വരുമെന്ന് ഞാൻ വിചാരിച്ചു. പിണറായി ഒരു ദൈവവിശ്വാസിയല്ല, അങ്ങനെ ഒരു നാസ്തികനെന്ന് അതും പരസ്യമായിട്ട് പറയുന്നത് കള്ളത്തരമൊന്നും വിളിക്കും. ഞാൻ ദൈവവിശ്വാസം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് ദൈവത്തെ ഓർത്ത് വേറെ വല്ലതും ഓർത്ത് പറയാമോയെന്ന് ചോദിക്കും എന്നോട് പല പ്രാവശ്യം. അങ്ങനെ ഒരു രീതിയാണ്. അങ്ങനെ അതുകൊണ്ടല്ലേ ശബരിമലയിലേക്ക് പെണ്ണുങ്ങളെ കഴിഞ്ഞോട്ടെ. ഈ ശബരിമലയുടെ പ്രാധാന്യം മനസ്സിലാക്കണ്ടേ? ശബരിമലയുടെ ചരിത്രത്തിൽ 300 കൊല്ലത്തെ ചരിത്രമുള്ളൂ, അതിന് മുകളിലോട്ടില്ല. ശബരിമല എന്ന് പറയുന്നത് ശാസ്താവെന്ന് ശബരിമല അയ്യപ്പൻ 12 രാജകൊട്ടാരത്തിൽ ജനിച്ചതെന്നുള്ള ലോക പരസ്യമല്ലേ, എല്ലാവർക്കും അറിയാം. അതൊരു സത്യമാണ്. പിന്നെ അതിനകത്ത് അവിശ്വസിക്കേണ്ട കാര്യം തന്നെ. പിന്നെ അതിനകത്ത് വിശ്വസിക്കണ്ട. പക്ഷേ അയ്യപ്പൻ ജനിച്ചില്ലെന്ന് ആരും പറയാല്ല. അത് 300 കൊല്ലത്തെ പഴക്കമല്ലേ ഉള്ളൂ. അങ്ങനെ പുലിപ്പാൽ കൊണ്ടുവന്നു. നിങ്ങൾക്ക് വിശ്വസിക്കണ്ട. വിശ്വസിച്ചോട്ടെ, നിങ്ങളതിന് വഴക്കുണ്ടാക്കുന്നു. അതുകൊണ്ട് പിണറായി ആകെ അതിൽ ഇടപെടാതിരിക്കാൻ നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കുറച്ചു കാലമായിട്ട് പി വി അൻവർ ഇടതുപക്ഷത്തിനെതിരെ സംസാരിച്ചു. അൻവർ എന്ന് പറയുന്ന ആള് സ്ഥിരതയില്ലാത്തത് പറയേണ്ടി വന്നത്. എനിക്ക് അയാളോട് പടക്കമൊന്നുമില്ല. കാരണം പിണറായി വിജയൻ്റെ കൂടത്തിൽ നിന്ന് എല്ലാ കച്ചവടത്തിനും കൂട്ടി നിന്ന് കൊടുത്ത ആളാണ് അൻവർ. എന്തോ കച്ചവടം സംബന്ധമായി ഉണ്ടായ തർക്കമാണ് അൻവറും പിണറായിയും കൂടെ തർക്കം ഉണ്ടായി പിരിഞ്ഞത്. പിണറായി എന്താണെന്ന് പുറത്ത് പറയുന്നില്ല, അൻവറും പറയുന്നില്ല. പറയട്ടെ, അൻവർ തൻ്റെ പറയും എന്തുകൊണ്ട് ഞാൻ പിണറായിയെ വിട്ടു പറയട്ടെ. പറയുന്നില്ലല്ലോ. ഇന്ന കാര്യത്തിലാണ് ഞങ്ങൾക്ക് തർക്കം പറയണ്ടേ. പിണറായിയും പറയുന്നില്ല. അപ്പോൾ അത് നല്ല കാര്യമല്ലെന്ന് അർത്ഥം. മനസ്സിലായോ? പിന്നെ അയാളെ അറസ്റ്റ് ചെയ്യാൻ ഇത്ര ചൂടാകേണ്ട കാര്യം എന്താ? അറസ്റ്റ് വന്ന ആളിപ്പോൾ അയാൾക്ക് എത്ര വലിയ വികാരം കൊണ്ടിരിക്കുക. എന്ന് എത്ര അറസ്റ്റ് ചെയ്യുന്ന തെറ്റ്? ഒരു ഫോറസ്റ്റ് കൃഷിക്കാരൻ്റെ കാര്യമാണ്. കൃഷിക്കാരൻ്റെ ആവശ്യത്തിന് വേണ്ടി ഫോറസ്റ്റ് ഓഫീസ് തകർത്തുകയാണ് ഞാൻ അനുകൂലിക്കുന്നു. അൻവർ ചെയ്താൽ തലയിൽ ശരിയാണ്. പക്ഷേ കേസ് പ്രതിയാൻ തയ്യാറാണ്. അതൊരു മര്യാദയാണ്. മനസ്സിലായില്ലേ? ഞാനാണെങ്കിൽ അവിടെ ഫോറസ്റ്റുകാർ പൂക്കരുതെന്ന് വെച്ചാൽ അവൻ്റെ ഓഫീസ് അടിച്ച് പറയും ഞാൻ തകർത്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പിന്നെ നമ്മുടെ ടോൾ ഗേറ്റിൽ മുഴുവൻ അടിച്ച് തകർത്തിച്ചല്ലേ വന്നേ. വൃത്തി കാണിച്ചാൽ ക്ഷമിക്കരുത്, കൊടുക്കണം. പക്ഷേ അൻവർ അതിനൊരു കേസ് പ്രതിയാകാൻ എന്ന് വിഷമിക്കേണ്ട കാര്യം തന്നെ. മുഖ്യമന്ത്രി നോക്കിയാലും പ്രതിയായിരിക്കാൻ പറ്റുമോ? സ്വാഭാവികമായി ഈ ഫോറസ്റ്റുകാരൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ, കേസെടുത്താൽ അയാൾ അൻവർ പ്രതിയാണ്. കോടതി വളരെ മാന്യത കാണിച്ച് അയാളെ ജാമ്യം കൊടുത്തല്ലോ. പിന്നെ നേരത്തെ വെറും 35,000 രൂപ കാശ് കെട്ടിവെച്ച് പോകണം പറഞ്ഞു. കോടതി ഇതുകൊണ്ട് നീതി കാണിക്കണം. എന്നിട്ട് പിന്നെ അവനെന്തിനെ കണ്ട് ചാടുന്നു? അൻവറിൻ്റെ പോക്കൽ ശരിയല്ല. അൻവർ UDFിന് ഒരു ബാധ്യതയായിരിക്കും, എഴുതിയിട്ടോട്ടെ. അതാ പറയാൻ. വഖഫ് ബോർഡ് മുനമ്പം വിഷയം, അതെല്ലാം കൂടി ഈ അടുത്ത കാലത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവന, അതായത് നായാടി മുതൽ നസ്രാണി വരെയുള്ള ഐക്യം സാധ്യമാവണം. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ അദ്ദേഹം അസുഖമാണ്, ഞാൻ ദുഃഖിക്കുന്നത്. അദ്ദേഹത്തിന് എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഒരു കാര്യം ഞാൻ പറയാം. വെള്ളാപ്പള്ളി വയസ്സ് 85, 86, 87 വയസ്സോ 87 വയസ്സോറ്റുമുണ്ട്. ഇപ്പോഴും അദ്ദേഹം നല്ലവണ്ണം സംസാരിക്കുന്നു. നല്ല ആരോഗ്യം കൊടുക്കട്ടെ എന്ന് എൻ്റെ പ്രാർത്ഥന. ഒരു സത്യമുണ്ട്, നമ്മുടെ പറമ്പിൽ എല്ലാം പറയുന്നത്. ഈ കേരളത്തിലെ ഈഴവ സമുദായത്തെ ഗുരുദേവനാണ് ഈഴവ സമുദായം സമ്മതിച്ചു. ആർ ശങ്കറിന് ശേഷം ഈ സമുദായത്തെ സമുദായമാക്കി മാറ്റി ഈഴവനെ ജീവിക്കാൻ പഠിപ്പിച്ച മഹാനായ വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളിയുടെ. നിഷേധിക്കാൻ കഴിയില്ല. അതിന് പകരക്കാരൻ ഇനി ഉണ്ടാകാനും പോകുന്നില്ല ഉടനെയെങ്കിലും. അപ്പോൾ പുള്ളിയുടെ ആ കാഴ്ചപ്പാട് വളരെ വലുതാണ്. ഇവിടുത്തെ ഹിന്ദു ക്രിസ്ത്യൻ ഐക്യം ഈ നാടിൻ്റെ നന്മയ്ക്ക് ആവശ്യമാണെന്ന് വെള്ളാപ്പള്ളിയുടെ അഭിപ്രായം 100%. ഞാൻ എപ്പോഴോ പ്രാവശ്യമായിട്ട് പറയുന്നു, ഇപ്പോഴും ഉറച്ചു പറയുന്നു. വെള്ളാപ്പള്ളി നടേശൻ തന്നെ നേതൃത്വം കൊടുക്കട്ടെ. അല്ലെ നമ്മുടെ സുമാരൻ നായർ മണിച്ചേട്ടനുണ്ട് NSSൽ, അദ്ദേഹം നേതൃത്വം കൊടുക്കട്ടെ. നമുക്ക് താല്പര്യമില്ല. അങ്ങനെ ക്രൈസ്തവ ഐക്യം ഉണ്ടായേ മതിയാവും. അതിലൂടെ മാത്രമേ കേരളത്തെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം.
വക്കഫ് എന്ന് പറഞ്ഞാൽ എല്ലാ മുസ്ലിം പള്ളിയിലും ഓരോ വക്കഫ് കമ്മിറ്റിയുണ്ട്. ആരും മൈൻഡ് ചെയ്ത അതിമാർ 4-5 ഇയാളെന്താ ചെയ്യുന്നറിയാം നെഹ്റു ചെയ്ത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം വന്നു. ആ വിഭജനം വന്നപ്പം ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് ഒഴിഞ്ഞു പോയ മുസ്ലിങ്ങളുടെ മുഴുവൻ ഭൂമി ഇവിടെ കിടക്കുക. വക്കഫ് ഈ ഭൂമി മുഴുവൻ വക്കഫ് ബോർഡിന് വിട്ടുകൊടുത്തത്. മനസ്സിലായില്ലേ? അങ്ങനെ ഭൂമി വിട്ടുകൊടുത്തു കഴിഞ്ഞപ്പം ഇപ്പം ഒന്നാമത്തെ ഇന്ത്യയിലെ ഭൂമി ഉടമ ആരാന്ന് വെച്ചാൽ റെയിൽവേയാണ്. രണ്ടാമത്തെ ഭൂ ഉടമ ആരാന്ന് ഇന്ത്യൻ പട്ടാളമാണ്. മൂന്നാമത്തെ ഭൂ ഉടമ ആരാ? വക്കഫ് ബോർഡാണ്. ഇങ്ങനെ ഭൂമി ഒഴിച്ചുമ്പോൾ ഇരിക്കുകയല്ലേ ഇത്? വക്കഫ് ബോർഡ് പലരും മുസ്ലിങ്ങളുടെ ശക്തി അല്ല. ചാവാക്കാട് 42 പേർക്ക് വക്കഫ് ബോർഡ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ആ 40 മുസ്ലിങ്ങളാണ്. ഇവിടെ വക്കഫ് ബോർഡ് ഒരു കൊള്ളസംഘമാണ്. അവന്മാർക്ക് ആവശ്യമുള്ളവരെല്ലാം പുറക്കാക്കി മുഴുവൻ. ഇപ്പോൾ എനിക്ക് ഈ ഭൂമി വക്കഫ് ഭൂമിയാണെന്ന് എനിക്ക് നോട്ടീസ് കിട്ടിയാണല്ലോ, ഈ ഭൂമി വക്കഫ് ഭൂമിയാണെന്ന് തെളിയിക്കേണ്ട ചുമതല എനിക്ക്, അല്ലാതെ വക്കഫ് ഭൂമിയാണെന്ന് തെളിയിക്കേണ്ട അവർക്ക്. അത് നരസിംഹറാവിൻ്റെ കാലത്തും 1995 ഉണ്ടാക്കിയ നിയമമാണ്. പിന്നെ നമ്മുടെ സിംഗൻ, നമ്മുടെ മൻമോഹൻ സിംഗ് ആണ് നല്ലവരായിരുന്നെങ്കിലും ഈ പൂക്കൃതം കാണിച്ചാൽ പോയി. അയാളും 2 കൊല്ലം തടവും കൂടെ, ഞാൻ ഈ ഭൂമി കടന്ന് 2 കൊല്ലം തടവും കൂടെ വെച്ചാൽ പോയി അയാൾ. ഇവരൊക്കെ മാന്യന്മാരാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് പറയാതിരിക്കാൻ പറ്റുള്ളൂ. വക്കഫ് ഭൂമി എന്ന് പറഞ്ഞാൽ എന്നാ, ഞാനൊരു വസ്തു വക്കഫ് ചെയ്യാം, വക്കഫ്. പക്ഷേ ഇപ്പോൾ മുനമ്പത്ത് 1985 മുതൽ 91 വരെയുള്ള 6 വർഷക്കാലം ആധാരം ചെയ്ത് നമ്മുടെ കോളേജിൻ്റെ അവന്മാരോട്, കോളേജ് മാനേജ്മെൻറ്റോട് ആധാരം ചെയ്ത് പഠിച്ച ഭൂമിയാണ് വക്കവാന്ന് ഇപ്പോൾ പറയുന്നത്. എന്തൊരു വൃത്തികേടാ, ശരിയല്ല. ഇതൊക്കെതിരായി ചെയ്ത് അപ്പോൾ എന്നാൽ ഇതിനകത്ത് കേരളത്തിൽ ഇന്ത്യയിൽ മുസ്ലിം മതം മാത്രം മതി നിൽക്കട്ടെ, ഇങ്ങനെ കുഴപ്പമില്ല. അവിടെ ചിലവാകും ഇതൊക്കെ. അല്ലാതെ ഇന്ത്യ പോലെ ഒരു മതേതര രാഷ്ട്രത്തിന് പറ്റിയതല്ല ഇത്. ഈ ഭാവി രാഷ്ട്രീയം ഒക്കെ എങ്ങനെയാണ്? ഭാവി രാഷ്ട്രീയം BJP അടിയുറച്ച് മുന്നോട്ട് പോകും. BJP നേതാക്കന്മാരെ ആലോചിച്ച് രാഷ്ട്രീയ പ്രവർത്തനം എന്താണോ അത് ചെയ്യും.